ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് വീണ്ടും ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് നല്ല നെയ്മീൻ കിട്ടിയിട്ടുണ്ട്, നല്ല ഒന്നാം തരം നെയ്മീൻ, 1 കിലോ നെയ്മീനാണ്. അപ്പോൾ അത് വെച്ചിട്ട് നല്ല ഒരു അടിപൊളി ഒരു മീൻ കറിയാണ് ഞാനിന്ന് തയ്യാറാക്കി എടുക്കുന്നത്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. 1 കിലോ നെയ്മീനാണ് ഞാനിന്ന് എടുത്തിട്ടുള്ളത്. അത് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ കറി ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു ചട്ടി അടുപ്പത്തേക്ക് വെക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഏകദേശം ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ മതിയാവും. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 3 അല്ലി വെളുത്തുള്ളി, ഒരു 6 അല്ലി ചെറിയ ഉള്ളി, ഒരു 3 പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ നമുക്ക് ചേർക്കാം. ആദ്യം ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് പച്ചമുളക് ചേർക്കാം. പച്ചമുളക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വഴണ്ട് തരണം കേട്ടോ. ആ ഒരു പരുവത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ സാദാ മുളക് പൊടി 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികൾ കരിഞ്ഞു പോകരുത് കേട്ടോ. ഒന്നെങ്കിൽ ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഫ്ലെയിം ഓഫാക്കിയിട്ട് വേണം പൊടികൾ ചേർക്കാൻ. ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് കുടംപുളി കഴുകി ഒന്ന് തിളപ്പിച്ചെടുത്തതാണ്. ആ വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു കുടംപുളി തിളപ്പിച്ച ഈ ഒരു വെള്ളത്തിലാണ് നമ്മൾ മീൻ ഒന്ന് വേവിച്ചെടുക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ ഒരു കഷ്ണം കുടംപുളി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഫ്ലെയിം കൂട്ടി വെക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഈ ഒരു സ്പൂണിന് 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത്. പിങ്ക് സോൾട്ടാണ് ചേർത്തത്. അപ്പോൾ ഇനി നമുക്ക് കറിയൊക്കെ ആയി വന്നിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നെയ്മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. കറി നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം മീൻ ചേർത്ത് കൊടുത്താൽ മതിയാവും. കഷ്ണങ്ങളെല്ലാം നമ്മൾ കറിയിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇളക്കാനൊന്നും പാടില്ല. ഇതൊന്ന് വെന്ത് വരട്ടെ. ഇതിനകത്ത് കിടന്നു നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിനി അതിലേക്ക് ചേർക്കാനുള്ളത് തേങ്ങാപ്പാലാണ്. 1/2 മുറി തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതിൽ കിടന്ന് തിളച്ചൊന്ന് കുറുകി വരണം. നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കറി ഒന്ന് തുറന്ന് നോക്കാം. നമ്മളൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല കളറാണ്. നമ്മുടെ കാശ്മീരി ചില്ലിയുടെയൊക്കെ ഒരു കളറാണ്. നല്ല മണമുണ്ട്. നമുക്ക് ഫൈനലായിട്ട് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർക്കണം നിർബന്ധമില്ല കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഈ കുടംപുളിയുടെ വെള്ളം ചേർക്കുമ്പോൾ തന്നെ ആവശ്യത്തിനുള്ള പുളി ഉണ്ടാവും. ഈ സമയത്ത് തന്നെ നമുക്ക് ഉപ്പ് നോക്കാം. പക്ഷേ ഉപ്പ് കുറച്ച് കുറവാണ് നോക്കിയിട്ട്. അതുകൊണ്ട് ഞാൻ ഒരു അല്പം ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. നമ്മൾ നല്ല ഗ്രേവി ഉള്ളൊരു മീൻകറിയാണ് തയ്യാറാക്കിയത്. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ തന്നെ അത്യാവശ്യത്തിന് നല്ല ഗ്രേവി ഉണ്ടാവും. നിങ്ങൾക്ക് ഗ്രേവി കുറച്ച് മതിയെങ്കിൽ നല്ല കുറുകിയ തേങ്ങാപ്പാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ മീൻകറി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. മറക്കാതെ ഈ മീൻകറി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കാം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് തന്നെ നിങ്ങൾ ഈ കറി ഒന്ന് ചെയ്ത് നോക്കാം. അത്രയ്ക്ക് കിടിലൻ ടേസ്റ്റാണ്. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് എൻജോയ് ലൈഫ് മീഡിയയുടെ ഭാഗമാകാം. ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.